ഹലോ ഗായ്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ പേളിമണിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ആവശ്യമായ സാധനങ്ങൾ: സവാള, തക്കാളി, പച്ചമുളക്, മുട്ട, പാല്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ആദ്യമേ നമ്മൾ സവാള സംഭവങ്ങളെല്ലാം ചെറുതായി അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. പിന്നെ ഒരു പാത്രത്തിലേക്ക് മുട്ട, ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രയും പേർക്ക് ആവശ്യമായിട്ടുള്ള മുട്ട എടുക്കണം. ഞാനിപ്പം ഒരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ 2 മുട്ട വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഈസിയാണ്, ഹെൽത്തിയാണ്. എന്താ പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. അങ്ങനെ ഈ സവാള എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള മുട്ട 2 എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നീട് വേണ്ടുള്ളത് പാലാണ്. പാല് നമ്മൾ ഏത് പാലാണെന്ന് വെച്ചാൽ ആ പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ആ മുട്ടയിലോട്ട് അധികമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ മുട്ടയുടെ കളറിനൊരു മാറ്റം വരും. വേണ്ട ഇതുപോലെ ആവും കളർ കേട്ടോ. ആ മഞ്ഞ കളർ മാറി ഒരുമാതിരി മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ കളറല്ലേ അതുപോലെ ആവും. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഈ ചട്ടിക്കകത്താണ്. എൻ്റെ അപ്പച്ചട്ടിയാണ്. അപ്പച്ചട്ടിക്കകത്താണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് അപ്പച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വഴട്ടിയെടുക്കണേ. കരിയാതെ നോക്കണേ. മെല്ലെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു ലോ ടു മീഡിയം ഇതൊന്ന് വഴണ്ട് വരുന്നത് വരെ അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെ വെച്ച് നമുക്ക് മെല്ലെ മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് വഴട്ടിയെടുക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ സവാളയെല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പച്ചട്ടി ആയതുകൊണ്ട് തന്നെ നടുക്ക് ചെറിയൊരു കുഴിഭാഗം പോലെ വരത്തില്ലേ, അതുകൊണ്ട് ഞാൻ മെല്ലെ ഈ കുഴിഞ്ഞിരിക്കുന്നിടത്തു നിന്നെല്ലാം ഈ സവാള എല്ലാം ഒന്ന് പരത്തി റൗണ്ടിനാക്കി എടുക്കുന്നുണ്ട്. നേരെ നിരപ്പായിട്ടുള്ള പാനിനകത്ത് വെച്ചാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട വരത്തില്ല. നിങ്ങൾക്ക് സാധാരണ രീതിയിലെടുത്തങ്ങ് ഒഴിച്ചാൽ മതി. ഇത് അപ്പച്ചട്ടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ആ കുഴിഞ്ഞെടുത്ത് തോനെയും സവാളയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഏതാണ്ട് റൗണ്ടാക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട, പാലും മുട്ടയും ഉപ്പും കൂടി ചേർത്ത് അരിച്ച് വെച്ചിട്ടില്ലേ, അത് എല്ലാം നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഒഴിച്ച് എല്ലായിടത്തും സവാള ഇരിക്കുന്നിടത്ത് മൊത്തം ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ രണ്ട് മുട്ടയും അടിച്ച് വെച്ചേക്കുന്നത് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് മെല്ലെ വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തവർ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വറ്റൽമുളക് എടുത്ത് മിക്സിക്കകത്തിട്ട് അടിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. 3-4 വറ്റൽമുളക് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടിഞ്ഞതുമില്ല, എന്നാലും കുഴപ്പമില്ല. ഏകദേശം ഇങ്ങനെ ആക്കി അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.